നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ ഇത്തവണത്തെ SLC എക്സാമിന് ഏതെല്ലാം ഡിസ്കോഴ്സ് പഠിക്കണം, ഏതെല്ലാം ഡിസ്കോഴ്സ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം ഏതെല്ലാം ഡിസ്കോഴ്സ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഡിസ്കോഴ്സ് ആണ്, ഏറ്റവും ഉറപ്പുള്ള ഡിസ്കോഴ്സ് ആണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളുടെ ഒരു 6 മാർക്കിന്റെ ഡയറി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ 7 മാർക്കിനോ ചിലപ്പോൾ ഷോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് 6 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ ഒരു സ്പീച്ച്. സംടൈംസ് ഇതിന്റെ പേര് ചിലപ്പോൾ ഷോർട്ട് സ്പീച്ച് എന്ന് ആവാറുണ്ട് കേട്ടോ. പിന്നെ ഇവന്റ് ഇൻവിറ്റേഷന്റെ ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവന്റ് ഇൻവിറ്റേഷന്റെ ക്വസ്റ്റ്യൻ ശരിക്കും ഫോർമാറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകണം, മറന്നു പോകരുത് കേട്ടോ. സോ പിന്നെ റൈറ്റപ്പിന്റെ ക്വസ്റ്റ്യൻ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റപ്പിന്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കണം. അതേപോലെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് വരും, അതല്ലെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് പുറത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നേക്കാം. അതും ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ചില സമയത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 6 മാർക്കിന് എന്തെങ്കിലും ഉണ്ട്. ഈ ന്യൂസ് റിപ്പോർട്ട് കാണാറുണ്ട്. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടും ന്യൂസ് പേപ്പർ റിപ്പോർട്ടും സെയിം തന്നെയാണ്. സംടൈംസ് അതിന്റെ പേരിൽ ന്യൂസ് പേപ്പർ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാർക്കിന് എന്തെങ്കിലും ഉണ്ട്, ചോദിക്കാറുണ്ട്. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെറേഷൻ റിവ്യൂ. ഇത് രണ്ടും 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നെറേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആ പേപ്പറിൽ എന്ത് ചോദിക്കൂല, റിവ്യൂ ചോദിക്കാറില്ല സാധാരണ കേട്ടോ. ചോദിച്ചെന്ന് വെച്ചിട്ട് സാറിന് പറയരുത്, ചിലപ്പോൾ ഇതുവരെ എന്തില്ല ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റ് പോഡ്കാസ്റ്റ്, റേഡിയോ പോഡ്കാസ്റ്റ്, അത് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടില്ല. പക്ഷേ സർക്കാർ ഇറക്കിയിട്ടുള്ള സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ പഠിച്ചു പോകണം. അതിൻ്റെ വീഡിയോ സാർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നുള്ളത് അഡ്വർടൈസ്മെന്റ് ജിംഗിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ പ്രൊമോഷണൽ ടാഗിനും. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്, ഏകദേശം ഒരുപോലെയാണ്. അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവില്ല, പ്രൊമോഷണൽ ടാഗിലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ പ്രൊമോഷണൽ ടാഗിലും ചോദിച്ചാൽ പിന്നെ എന്ത് വരില്ല, അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഉണ്ടാവില്ല. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു ബയോ സ്കെച്ച്, ഏതൊരു കുട്ടിക്കും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ബയോ സ്കെച്ച് അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ സ്കെച്ച്, നമ്മുടെ പഴയ പ്രൊഫൈൽ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. അതും നിങ്ങളോട് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. കൃത്യമായിട്ട് മുഴുവൻ കാര്യങ്ങളും സെറ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഇതിൽ നിന്ന് ഏത് ഡിസ്കോഴ്സ് ആയിരിക്കും, ഏത് ചാപ്റ്ററിന് ഏത് ഡിസ്കോഴ്സ് ചോദിക്കും, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു വലിയ ഐഡിയ ഇല്ലെങ്കിൽ മക്കളെ ഇന്ന് രാത്രി കൃത്യം ഏറിന്റെ ലൈവിന് വന്നോ, ഞാനും ഷാഫി സാറും അടിച്ചു വിളിച്ച് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ കയ്യിലേക്ക് തരും. ലൈവ് കണ്ടോ A+ ഉറപ്പായും കിട്ടും.